സുഹൃത്തുക്കളെ, സത്യജിത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ആക്രമണം നടക്കുന്നു. അതും ഒരു ലൈംഗിക അതിക്രമം. ഇതിലിപ്പോൾ എന്താണപ്പാ എന്ന് ചോദിക്കരുത്. നമ്മുടെ തൃശ്ശൂരത്തെ ജനങ്ങളെല്ലാം കൂടിയിട്ട് ഒപ്പുവെച്ച് പറഞ്ഞയച്ച സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മഹാനടനും ആ ഒരു രാഷ്ട്രീയക്കാരനുമാണ്, ആ ഒരു BJP കാരനാണ് ആ ഒരു സത്യജിത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് നിൽക്കുന്ന മനുഷ്യൻ. സംഗതി ഇത്രയാണ്. നീതി തേടി പരാതിക്കാരി വാർത്താ വിതരണ മന്ത്രാലയത്തിലേക്ക് പരാതിയിലും നടപടി ഉണ്ടായില്ലെന്ന് ആരോപണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി തുടർ നടപടികൾ തടഞ്ഞു വെച്ചതായിട്ടുള്ള ഒരു ആരോപണമായിരിക്കുന്നു. ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നില്ല. 19-ാം തീയതി ആണ് ഇത്തരത്തിലുള്ള വാർത്ത നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വരുന്നത്. എന്തായാലും സംഗതി ഇങ്ങനെയാണ്. സത്യജിത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മൗനം പാലിക്കുന്നുവെന്ന് ആരോപണം വന്നിരിക്കുന്നു. നോക്കൂ, ഇത് ലൈംഗിക അതിക്രമമാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ മഹാനായ സുരേഷ് ഗോപി അദ്ദേഹം മൗനം പാലിക്കുന്നെന്നാണ് വന്ന ഒരു ആരോപണം. എന്തായാലും ലൈംഗികാതിക്രമക്കെതിരെ പോരാടുന്ന വിമൻസ് എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് വാഷ് എന്ന് പറയുന്ന സംഘടനയാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ചുമ്മാതെ ഒന്നുമല്ല എന്നർത്ഥം. എന്തായാലും സംഭവത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റേണൽ കമ്മിറ്റി ചെയർമാന് ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന് ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും 60 ദിവസം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിന്റെ മേലെ തുടർ നടപടിക്കായിട്ട് ചെയർമാൻ തീരുമാനം എടുത്തില്ല എന്നാണ് പരാതിക്കാരിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ആരോപിക്കുന്നത്. ശാരീരിക അതിക്രമം, ലൈംഗിക അതിക്രമം, ജാതി അധിക്ഷേപം, അസഭ്യ പരാമർശങ്ങൾ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പരാതികളാണ്. ചില്ലറയൊന്നല്ല. എന്തായാലും യുവതി ഇന്റേണൽ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്ത സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെയാണ് വിമർശനം ശക്തമാകുന്നതെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന വാർത്ത. നീതി തേടി ഈ പരാതിക്കാരി വാർത്താ വിതരണ മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലും ഒരു നടപടിയിലും ഉണ്ടായില്ല എന്നുള്ള ആരോപണമുണ്ട്. എങ്ങനെ ഉണ്ടാവുന്നേ? എന്റെ പൊന്നു സുഹൃത്തെ, സംഘികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ് നിയമപ്രകാരം പരാതി ലഭിച്ച് 90 ദിവസത്തിനകം ICC റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ചട്ടം. 2024 മെയ് 9-നാണ് അധ്യാപിക പരാതി നൽകുന്നത്. തുടർന്ന് ICC അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് 30-ന് സമർപ്പിച്ചു. ഒക്ടോബർ 30-ന് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള ഗവേണിംഗ് കൗൺസിലിന് മുമ്പാകെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് പറയുന്നു. 2ാം ഘട്ട അന്വേഷണം ആരംഭിക്കുന്നതിനായിട്ട് SRTFI അച്ചടക്ക സമിതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ നമ്മുടെ സുരേഷ് ഗോപി ഒന്ന് ഒപ്പിടണം. എന്തായാലും ഇതുവരെ അതിന് സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. എങ്ങനെയെങ്കിലും സംഗതി അങ്ങോട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനു വേണ്ടി വല്ല ഉന്നത ഇടപെടലൊക്കെ നടന്നിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ആളുകൾക്കെല്ലാം സംശയം. എന്തായാലും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് എന്നാണ് എല്ലാവരും പരാതികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാലും ഈ ഒരു വാർത്തയ്ക്ക് ഒരു ഗുണമുണ്ടായെന്ന് പറയാം. ഇപ്പോഴാ ഒരു പുതിയ വാർത്ത കൂടി ഇന്ന് രാവിലെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. സംഗതി ഇങ്ങനെയാണ്. സത്യജിത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗികാതിക്രമം സുരേഷ് ഗോപി തുടർ നടപടികൾ തടഞ്ഞു വെച്ചു എന്നുള്ള വാർത്തയ്ക്ക് ഈ 21-ാം തീയതി നമ്മുടെ മുമ്പിരിക്കുന്ന വാർത്ത എങ്ങനെയാണ്? സത്യജിത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈംഗികാതിക്രമം അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഒപ്പുവെച്ച് സുരേഷ് ഗോപി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ നൽകിയ ഒരു ന്യൂസ് ഇമ്പാക്റ്റ് തന്നെയെന്ന് പറയാം. കാരണം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ആരും കൊടുത്ത് കണ്ടില്ല. പലരും ഈ ഒരു വാർത്ത മുക്കിക്കളഞ്ഞു നമുക്ക് തോന്നിപ്പോയി. കാരണം ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ആ ഒരു സമാധിയുടെ കാലഘട്ടത്തിലാണ്. ഒരു ഗോപനെ കൊണ്ടുപോയിട്ട് സമാധി അർപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത മെല്ലെ അതിനിടയിൽ ഇങ്ങനെ മുങ്ങിപ്പോവുകയായിരുന്നു. വീണ്ടും പൊന്തി വരുന്നുണ്ട് കേട്ടോ നന്മമരത്തിന്റെ ചില നന്മയുള്ള വാർത്തകൾ. ബൈ.